വിമർശിക്കാറില്ല, അങ്ങനെ ഒരു വിമർശന പ്രഭാഷകനുമല്ല. നേരെ കൃത്യം അള്ളാഹുവിന്റെ ഖുർആനിനെ പറയിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ലക്ഷ്യം ഈ വിനീതനില്ല. അതേപോലെ അയാൾ പറഞ്ഞു, അല്ല, ഇവര് തമ്മിൽ വലിയ വാഗ്വാദമായി. അവൻ പറഞ്ഞു ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണ് ബനൂ ഹാരിസക്കാരന്. അപ്പോഴാണ് മറ്റേ ആള് പറഞ്ഞു, അല്ല, നിന്നിട്ട് സെൽഫി എടുക്കാനുള്ള തിരക്കിന്റെ ഇടയിൽ അതേവരെ ആർക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞുവോ, ആർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ചുവോ, ആ മൃതശരീരത്തെ മാറ്റിവെച്ചിട്ട് സിനിമാ താരത്തിന്റെ കൂടെ അവൻ ആരുമില്ലാതെ വലിച്ചെറിഞ്ഞവന്റെ ഭാര്യയും അവന്റെ മക്കളുമല്ലാതെ കുറെ ന്യൂനപക്ഷമായ യഥാർത്ഥ സ്നേഹിതരല്ലാതെ മറ്റാരുമില്ലായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അവിടെ നമുക്ക് ഭക്ഷണം നമ്മുടെ കൺമുമ്പിലെത്തുമല്ലോ, അവിടെ നമ്മുടെ വസ്ത്രം നമുക്ക് കൺമുമ്പിലെത്തുമല്ലോ, അവിടെ നമുക്ക് ഒരു തുള്ളി വിയർപ്പൊലിക്കാട് അള്ളാഹു നമുക്കെല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ മുമ്പിൽ തരുമല്ലോ. കിളക്കണ്ട പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. കിളക്കണ്ട പൂട്ടണ്ട, വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ഒരു തുള്ളി വേർപ്പ് ശരീരത്തിൽ നിന്നൊലിക്കാട് ഒരു മരത്തിൽ കയറാട് ഇഷ്ടപ്പെട്ട പഴവർഗ്ഗങ്ങൾ നിന്റെ കളിമുറ്റത്തെത്തുന്ന അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് ഈ ഒരൊറ്റ കണ്ണുനീര് കൊണ്ട് കിട്ടുമെങ്കിൽ അള്ളാഹുവേ ആ സ്വർഗത്തിന്റെ ഉടമകളായി ഞങ്ങളെ നീ മാറ്റിത്തരണേ തമ്പുരാനേ. സൂറത്ത് തക്കാസുർ ഓതിയിട്ട് ആരെങ്കിലും കരഞ്ഞാൽ അവന് സ്വർഗം ഉറപ്പാണ്. ഇത്ര എളുപ്പമുള്ള ജോലി വേറെ ആരെങ്കിലും പറഞ്ഞൊരു സ്വർഗം കിട്ടാൻ 1 കോടിയും 2 കോടിയുടെയും കഥയല്ല ഞാൻ ഈ പറയണത്. സ്വർഗം കിട്ടാൻ ഒന്ന് കരയാ. ഇനി ഒരു പ്രതിഫലവും കൂടെ, ധാരാളം പ്രതിഫലമുണ്ട്. അതിൽപ്പെട്ട പ്രധാന ചില പ്രതിഫലങ്ങളാണ് ഞാൻ പറയുക. അള്ളാഹു പതിവായി സൂറത്ത് തക്കാസുർ ഓതാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. സൂറത്ത് തക്കാസുർ ഓതാൻ അറിഞ്ഞൂടെ നിങ്ങൾക്ക്? അറിയില്ലേ? അപ്പൊ ഇത് പതിവാക്കണം. ഇന്ന് മുതൽ 7 ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ് സഭയിലെ പറയേണ്ടത്. ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോ ജീവിതത്തിൽ ഇതിനും പെണ്ണിനും പൊതിപ്പിഴ കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, കാഴ്ച ബംഗ്ലാവിൽ പോയാൽ മയിലിനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അത് പീലി ഇങ്ങനെ വിടർത്തി അങ്ങോട്ട് ഒരു ആട്ടമാണ് അങ്ങോട്ട് ആട്ടും. അതിങ്ങനെ വിടത്തി കാണിച്ചിട്ട് നോക്കണവനൊക്കെ മോഹിപ്പിച്ചിട്ട് ഒരാട്ടമാണ് അത് അവിടെ നിന്നിട്ട്. ആടിയൊക്കെ തന്നിട്ട് കഴിയുമ്പോൾ നമുക്കൊന്ന് ആ പീലി ഒന്ന് കിട്ടിയ കൊള്ളാമായിരുന്നു. നമ്മുടെ മനസ്സിൽ മോഹം തോന്നുമ്പം അത് മടക്കി വെച്ചിട്ട് അതിന്റെ പാട്ടിന് പോകും. അങ്ങനെയാണ് പണക്കാർ. അവന് കുറെ കിട്ടുമ്പോൾ അവൻ ഇങ്ങനെ ആട്ടി കാണിക്കല്ലാരെ. അവന്റെ വീട്, അവന്റെ കാറ്, അവന്റെ പത്രാസ്, സർവ്വത് ഇങ്ങനെ പാവപ്പെട്ടവനെ മോഹിപ്പിക്കാൻ ആട്ടിക്കാണിക്കുന്ന ഒരു സൈസ് പണമുണ്ട്. അതുകൊണ്ട് വലിയ കഥയൊന്നുമില്ല. അതുണ്ടായിട്ട് കാര്യമില്ല. വിജയ് മല്യക്ക് നാട്ടിൽ വരാൻ വിധിയില്ല. കോടികൾ ഉണ്ടായിട്ടെന്റെ കാര്യം. വിജയ് മല്യ ഇപ്പോഴും ലണ്ടനിലാണ്. അപ്പൊ ഉള്ളത് കൊണ്ട് കൊടുക്കുന്ന പണം കൊണ്ടേ കാര്യമുള്ളൂ, അല്ലാത്തത് കൊണ്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ ഏതായാലും അത് കൊടുക്കാൻ സന്നദ്ധതയുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ പരിപാടി. അവസാനം പൊതിയും ഫ്രീ. മഹല്ല്, നല്ല കാശൊക്കെ ഉള്ള ആളുകൾ കൊടുക്കണം മഹല്ലാണ്. ഖത്തീബ് ജോലി ഒഴി വന്നാ പറയണേ, സാരി മേടിക്കണം ഞങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായാലും നമ്മളെല്ലാവരും പണക്കൊതിയന്മാരെന്നാ വിളിക്കണം. ആ പേരങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതാ നല്ലത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലെ, നമ്മളെല്ലാവരും പറഞ്ഞത് അവര് വലിയ പണത്തിന്റെ പ്രഭാഷകരാണ്, അവര് എന്താ ഹൈടെക് പ്രഭാഷകരാണ്, അവർക്ക് 1 ലക്ഷം കൊടുത്താലേ വരൂ. ആയിക്കോട്ടെ, അതങ്ങനെ ഇരുന്നോട്ടെ. അതിന് മറുപടി ഒന്നും പറഞ്ഞ് നല്ല സദസ്സ് കളയണ്ട. എന്തിനാ മറുപടി പറഞ്ഞ? പണ്ട് പുലിയും കഴുതയും തമ്മിലൊരു തർക്കമുണ്ടായി. പുലി പറഞ്ഞു ഈ പുല്ലിന് നിറം പച്ചയാണ്. അപ്പൊ കഴുത പറഞ്ഞു ഈ പുല്ലിന് നിറം ചുവപ്പാണ്. രണ്ടുപേരും തമ്മിൽ തർക്കം. എന്നാൽ പച്ച നിറമുള്ള പുല്ല് മുമ്പിലുണ്ട് താനും. തർക്കം മൂത്തിട്ട് സിംഹത്തിന്റെ മുമ്പിൽ എത്തിയപ്പോ സിംഹം പറഞ്ഞു എന്താ പ്രശ്നം? പുലി പറഞ്ഞു ഈ പച്ച പുല്ലിന് നിറം പച്ചയാണ്. കഴുത പറഞ്ഞു അല്ല, ഈ പുല്ലിന് നിറം ചുവപ്പാണ്. രണ്ടും കേട്ടിട്ട് സിംഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഈ പുലിക്ക് ചാട്ടവാറ് കൊണ്ട് 50 അടി അടിക്കാം. പുലി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, രാജാവേ, ഞാൻ പറഞ്ഞതാണ് സത്യം. ഈ പുല്ലിന് നിറം പച്ചയാന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും സത്യം പറഞ്ഞ എന്നെ തന്നെ അടിക്കാൻ നിങ്ങൾ പറഞ്ഞത് നീതിയല്ല. അപ്പൊ സിംഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതാണ് എന്റെ മറുപടി. സിംഹം പറഞ്ഞു
പുലി നീ പറഞ്ഞത് തെറ്റായിട്ടല്ല, ഈ പുല്ലിന് നിറം പച്ചയാന്ന് എനിക്കും അറിയാം, നിനക്കും അറിയാം, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. എന്നിട്ടും ഈ പുല്ലിന് നിറം ചുവപ്പാന്ന് പറഞ്ഞ് ഈ വിവരം കെട്ട കഴുതയോട് നീ എന്തിനാണ് തർക്കിക്കാൻ പോയത്? നിന്റെ വിലപ്പെട്ട സമയം ഈ കഴുതയോട് തർക്കിച്ചു കളഞ്ഞതിനാണ് നിനക്ക് ചാട്ടവാറൻ 50 അടി എന്ന് പണ്ട് സിംഹം പറഞ്ഞൊരു കഥ പണ്ട് വായിച്ചിട്ടുണ്ട്. ഇത് ചുവപ്പാണെന്ന് ഈ കഴുത പറഞ്ഞാൽ പിന്നെ ഈ കഴുതയോട് പച്ചയാന്ന് പറഞ്ഞാൽ കഴുത മാറ്റുമോ? മാറ്റാനാണെങ്കിൽ പിന്നെ കഴുത മുമ്പിൽ കാണുന്ന പച്ചപ്പുല്ലിന് നിറ ചുവപ്പാന്ന് പറയോ? അപ്പൊ പിന്നെ ചുവപ്പാന്ന് പറയാൻ കഴുത പറയാൻ കാരണം കഴുതയുടെ വിവരക്കേടാണ്. അങ്ങനെ വിവരം കെട്ട കഴുതയോട് നീ നിന്റെ വിലപ്പെട്ട സമയം തർക്കിച്ചു കളഞ്ഞതിനാണ് 50 അടി നിനക്ക് എന്ന് പണ്ട് സിംഹം പറഞ്ഞ കഥയാണ് ജീവിതത്തിൽ ഒരു മറുപടിയും പറയാതിരിക്കാൻ പ്രേരിപ്പിക്കുക. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. സുജായി പറഞ്ഞതുപോലെ ബുദ്ധി കൂർമ്മതയുള്ളവർക്ക് അല്പമാത്രം പോരെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല വഫാത്തായപ്പോ മഹാനവറുകളുടെ ശരീരത്തിലെ 2 അടയാളം, ഒന്ന് പാവപ്പെട്ടവർക്ക് മാവ് ചുമന്നു കൊണ്ടുപോയ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു, രണ്ടാമത് കവിളിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങിയതിന്റെ അടയാളം ഉണ്ടായിരുന്നു. നമ്മൾ കരയില്ല, നമ്മുടെ മുഖത്തൊരു അടയാളം വരുന്നത് നമുക്ക് ഇഷ്ടമല്ല, ആണോ? നമുക്ക് മുഖത്തൊരു അടയാളം വരുന്ന ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം. അതൊരു വലിയ പ്രതിഫലമാണ്. ഒരാളുടെ മുഖത്തൊരു അടയാളം വരുന്നത് നമുക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് മുഖത്തെ അടയാളം മായ്ക്കാൻ ഇത്രയേറെ ക്രീമുകൾ വിപണിയിൽ ഇറങ്ങിയത്. ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് കോസ്മെറ്റിക് ഐറ്റംസിന് വേണ്ടിയാണ്, അല്ലാതെ വസ്ത്രത്തിനോ സ്വർണത്തിനോ അല്ല. നമ്മളൊക്കെ പണ്ട് നമ്മുടെ ഒരു വീട്ടിലെ ബെഡ്റൂമിൽ പോയി നോക്കിയാൽ ആകെ ആ ബെഡ്റൂമിൽ കാണുന്നത് എന്താ? ഒരു കുട്ടിക്കൂറാടെ പൗഡർ ഉണ്ടാവും, പിന്നെ ഒരു ചീത്ത ജീപ്പ് ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് വേറൊന്ന് പണ്ട് നമ്മുടെ ബെഡ്റൂമിലുണ്ടോ? ഉണ്ടോ മനുഷ്യന്മാരെ? ഒന്നും പറയും. അന്നൊരു കുട്ടിക്കൂറ, അറിയില്ല അങ്ങനെ പൗഡർ? കുട്ടിക്കൂറാടെ ഒരു പൗഡറുമുണ്ട്. ആ പൗഡർ തീർന്നാൽ ആ കുട്ടിക്കൂറാടെ ടന്ന് ഉമ്മ കയ്യിൽ തന്നിട്ട് പറയും കിട്ടുന്ന ചില്ലറ പൈസ ഇതിനകത്ത് ഇട്ട് സമ്പാദിക്കാൻ. അങ്ങനെ ചില്ലറ പൈസ കുട്ടിക്കൂറായുടെ പൗഡർ ടിന്നിൽ ഇട്ടിട്ട് അവസാനം അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണി നോക്കുമ്പോ ചില്ലറ തുട്ടൊക്കെ കഴിയുമ്പോ കുറച്ചൊരൽപ്പം പൗഡറും കൂടി വരും. ആ പൗഡറിന് ജീവിതത്തിലെ സ്വപ്നത്തിന്റെ സുഗന്ധം ഉണ്ടാവും. ഇന്ന് നമ്മുടെ ബെഡ്റൂം നോക്കിയാൽ ആ ബെഡ്റൂമിൽ ഏതൊക്കെ ക്രീമുണ്ട്? ആഫ്റ്റർ ഷേവ്, ബിഫോർ ഷേവ്, കറുത്ത പാട് മാറ്റാൻ, മോൾസ് മാറ്റാൻ, പിന്നെ ബോഡി ലോഷൻ, പിന്നെന്താ സ്ക്രബ്, ഫേസ് പാക്ക് എന്ന് വേണ്ട എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കളും. ഇന്ന് പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിക്കുന്നത് മുഖത്തിന്റെ സൗന്ദര്യത്തിനാണ്. എന്നാൽ ഹൃദയം ഫുള്ള് കറുപ്പാണ് താനും. ഹൃദയത്തിന് ഫുള്ള് കറുപ്പാണ് താനും. കാവേരി തേക്കുക, 6 ആഴ്ച കൊണ്ട് മുഖത്തെ അടയാളം ഒക്കെ മാറും. ഫെയർ ആൻഡ് ലവ്ലി ഫെയർനെസ് ക്രീം എന്ന് വേണ്ട ലോകത്തുള്ള മുഴുവൻ ക്രീമുകളും അവരുടെ ശരീരത്തിൽ ഉണ്ടാവും. ഇനി സൗന്ദര്യം നിങ്ങളെ തേടിയെത്തുമെന്ന് 63-ാമത്തെ വയസ്സിലും ഒളിമങ്ങാത്ത ലംഘുന്ന മുഖവുമായി മമ്മൂട്ടി ഇന്ദുലേഖയുടെ സോപ്പിന്റെ പരസ്യം വന്നപ്പോഴാണ് വയനാടുകാരൻ ഒരു കറുകറുത്ത പാവം 250 എണ്ണം വാങ്ങിച്ചത് പൈസ കൊടുത്തു. അവസാനം അയാളുടെ മുഖം വെളുത്തില്ലെന്ന് മാത്രമല്ല, പോക്കറ്റ് വെളുക്കുകയും ചെയ്തു. കോടതിയിൽ അയാൾ കേസ് കൊടുത്തു. എന്നാൽ അയാളുടെ മുഖം വെളുത്തോ? ഇല്ല. പാവപ്പെട്ടവൻ വിചാരിച്ചത് ഈ പരസ്യം കേട്ടിട്ട് തേച്ചാൽ മമ്മൂട്ടിയുടെ മുഖം പോലെ അവനാന്റെ മുഖമാകുന്നതാണ്. പരസ്യം എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ നുണപ്രചരണമാണെന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്. പരസ്യം എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഗതികേട്. ടിവിയിൽ പരസ്യം പാലും ബദാമും ചേർത്ത സോപ്പ്. സോപ്പിന് ചേർക്കണ എന്താ? പാലും ബദാമും. അതെന്തിനുള്ളതാ? തിന്നാനുള്ളത്. ബാത്റൂമിൽ തേച്ചിട്ട് കഴുകിക്കളയണ സോപ്പിൽ തിന്നാനുള്ള പാലും ബദാമും. മത്തിക്കറി വെച്ചിട്ട് ചട്ടി തേക്കാൻ 40 ചെറുനാരങ്ങ ചേർത്ത വിമ്മ്. 3 നേരം തിന്നാൻ കീടനാശിനി. 3 നേരം തിന്നുന്ന ഭക്ഷണത്തിൽ കീടനാശിനി, ക്യൂറിടാൻ, കുരിടാൻ, സർവ്വ കീടനാശിനി അടിച്ച സാധനമാണ് നമ്മൾ തിന്നുക. തിന്നാനുള്ള ബദാമും പാലും സോപ്പില്. അകത്തു പോകാനുള്ള സിട്രിക് ആസിഡുള്ള നാരങ്ങ മത്തിക്കറി വെച്ച ചട്ടി തേക്കാൻ. 3 നേരം തിന്നുന്നത് വളം ചേർത്ത ക്യൂറിടാൻ. ഇതാണ് നമ്മുടെ ഗതികേട്. നമ്മൾ പരസ്യത്തിന് അടിമകളായി. അള്ളാഹു നമ്മുടെ മുഖത്തിന് സൗന്ദര്യം തരട്ടെ. യഥാർത്ഥത്തിൽ മുഖത്തിന് സൗന്ദര്യം വേണ്ടത് സൗന്ദര്യത്തിന് വിലയുള്ളൊരു ലോകത്തല്ലേ. ഈ ലോകത്ത് സൗന്ദര്യത്തിന് വിലയില്ല. ഉണ്ടോ? ഇല്ല. ഏറ്റവും നല്ല സൗന്ദര്യത്തിന് വിലയുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയില്ല, പടച്ചോന് ഇത്രയും ഗ്ലാമറുള്ള പെണ്ണ് ഈ കോഞ്ഞാങ്കണിയാനെ കിട്ടിയുള്ളെന്ന്. അതൊന്നും ഇല്ല. അതിപ്പോ ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ സൗന്ദര്യമൊന്നും ലക്ഷ്യമല്ല.
എന്റെ നാട്ടിലൊരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഫോണിൽ കൂടെ ചാറ്റിങ് നടത്തി പ്രേമത്തിലായി. പരസ്പരം കണ്ടിട്ടില്ല. അവസാനം അവൻ പറഞ്ഞനുസരിച്ച് റൂട്ട് മാപ്പ് അയച്ചു കൊടുത്ത് അവൾ ഇറങ്ങി ഓടി. ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് ആ വിഷയമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ പെണ്ണ് പറഞ്ഞു, ഉസ്താദേ ഈ ഫോണിൽ കൂടെ ഭയങ്കര സംസാരം, കേൾക്കാനൊക്കെ അടിപൊളിയാ സംസാരം. ബസ് സ്റ്റാൻഡിൽ പോയി കണ്ട് ഇവൻ പറഞ്ഞു ഞാൻ ഇന്നടുത്തുണ്ടെന്ന് നോക്കാൻ പറഞ്ഞപ്പോഴാ അവനെ നോക്കണമെങ്കിൽ ഒരു 5 ബാറ്ററിയുടെ ടോർച്ച് അടിച്ച് നോക്കണം. അവൻ്റെ അത്രയ്ക്ക് കറുപ്പിന്റെ മുകളിൽ അവൻ. പക്ഷെ ഈ പെണ്ണ് അവനെ ഒളിച്ചോടി, അവള് തിരിച്ചു വന്നില്ല. യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്നുള്ളത് ഇവിടെ ഒരു മാനദണ്ഡമല്ല. ഏറ്റവും വലിയ മാനദണ്ഡം എവിടെയാ? ഒരു മനുഷ്യന്റെ മുഖത്തിന് സൗന്ദര്യം ഉണ്ടാകേണ്ട ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലമാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുക. ഞാൻ നിങ്ങൾക്കൊരു ഫേസ് പാക്ക് പറഞ്ഞു തരാൻ പോവാ. പെണ്ണുങ്ങൾ കേട്ടോളി, നല്ല ഒരു ഫേസ് പാക്ക് പറയാൻ പോവാ വാക്കവി. ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ മുഖത്തിന് സൗന്ദര്യം ഉണ്ടാക്കുന്ന വസ്തുവാണെങ്കിൽ സൂറത്തു തക്കാസുറാണ് ഏറ്റവും വലിയ ഫേസ് പാക്ക്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്യുവോ? ഉറപ്പാണോ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു ഫേസ് പാക്കാണ്. പെണ്ണുങ്ങളൊക്കെ ഈ കുക്കുംബർ അരച്ചു വെക്കും, പപ്പായ മുഖത്തരച്ചു വെക്കും. ഒരു ഭാര്യയും ഭർത്താവും തലാഖിന്റെ അടുക്കൽ വന്നു. ഭർത്താവിനോട് എന്താ വിഷയം? അമ്മൻ, ഉസ്താദെ ഞാൻ തിരക്ക് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിച്ച് റെഡിയായി ബെഡ്റൂമിൽ കയറുമ്പോ ഇവൾ ഇങ്ങനെ മേപ്പോട്ട് നോക്കി കിടപ്പുണ്ടാവും. അവള് തിരിഞ്ഞു നോക്കൂല, മറിഞ്ഞു നോക്കൂല. ഒരൊറ്റ കിടപ്പ മയ്യത്ത് കിടത്തിമാരി നേരെ മേപ്പോട്ട് നോക്കി കിടക്കും. സംഭവം അന്വേഷിച്ചപ്പോഴാണ് ഇവള് കണ്ണിന്റെ അടിയിലെ കറുപ്പ് മാറാൻ വെള്ളരിക്ക അരച്ചിട്ട് കണ്ണുമേ വെച്ചിട്ട് കിടക്കുക. കണ്ണിന്റെ അടിയിലെ കറുത്ത കുഴി മാറാൻ. പപ്പായ അരച്ച് തേച്ചാൽ മുഖത്തെ കുഴി മാറുന്നാണ്. കുക്കുംബർ തേച്ചാൽ കണ്ണിന്റെ അടിയിലെ കറുപ്പ് മാറുന്നാണ്. രക്തചന്ദൻ അരച്ചാൽ മുഖത്തെ പാട് മാറുന്നാണ്. ഇങ്ങനെ പല ഉപയോഗങ്ങളും വലിയ ഫീഹ മആരിബ് ഉഖറ പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരാൾക്ക് സൗന്ദര്യം വേണ്ടത് എപ്പോഴാ? ആ സൗന്ദര്യം വേണ്ടത് ഏത് സമയത്തെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, നാളെ ഏകനായ ഏകാധിപതിയായ പടച്ചറപ്പിന്റെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്ക് നിൽക്കുമ്പോ ആ സമയത്ത് ചില ആളുകളുടെ മുഖത്തിന് വല്ലാത്ത കറുപ്പ് നിറമായിരിക്കും. എങ്ങനെയാ കറുപ്പ് വരിക? അവര് ദുനിയാവിലെ കറുത്തവരായിരുന്നില്ല. വെളുവെളുത്തിരുന്ന സായിപ്പ് പോലും പടച്ചറപ്പിന്റെ മുമ്പ് പേടിച്ച 2 കരകരത്ത് നിൽക്കുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ പേടിച്ച 2 പേരുടെ മുഖം മുഴുവന് കരകരത്ത് കരിവാളിച്ച് നിൽക്കുകയാ. കാരണം എന്തെന്നറിയോ? ആമിനത്തുന നസിബാ, ജീവിതത്തിൽ ചെയ്തു പോയ തെമ്മാടിത്തരങ്ങളോട്ടുണ്ട് പടച്ചറപ്പിന്റെ കത്തിക്കാളുന്ന നരകത്തിന്റെ തീജ്വാലകൾ തന്റെ കൺമുമ്പിൽ ഇങ്ങനെ ആളിക്കത്തുമ്പോ പേടിച്ചരണ്ടവന് കറുകറുത്ത് നിൽക്കുമ്പോ മറുവിഭാഗത്ത് വേറൊരു വിഭാഗം ആളുകളെ അല്ലാഹു പറഞ്ഞു തരികയോ, لا تسمع فيها لاغيا ووجوه يومئذ ناعمة. അന്നാണ് എന്ന മുഖത്തിന് ഏറ്റവും സൗന്ദര്യമുള്ളത്. കാരണം അവന് ചെയ്തു പോയ സൽക്കർമ്മങ്ങൾ മുമ്പിൽ കാണുമ്പോ, അവന്റെ നിസ്കാരം കാണുമ്പോ, അവൻ പടച്ചറപ്പിന് വേണ്ടി അർപ്പിച്ച ദിക്റുകൾ കാണുമ്പോ അവന്റെ മുഖത്തിന് വല്ലാത്ത സൗന്ദര്യമാണ്. അണ്ണനെന്ന മുഖത്തിന് വെളുവെളുപ്പാണ്. ഈ ആയത്തിറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനോട് സഹാബ യാ റസൂലല്ലാഹ്, അന്ന് പരലോകത്ത് പടച്ചറപ്പിന്റെ മുമ്പിൽ പേടിച്ച 2 കറുകറുത്ത് നിൽക്കുമ്പോ ഞങ്ങളുടെ മുഖത്തിന് പ്രകാശം കിട്ടാൻ, ഞങ്ങളുടെ മുഖത്തിന് വെളുപ്പ് കിട്ടാൻ
എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ തിരുദൂതരെ. പരലോകത്തെ പേടിച്ചിട്ട് പരലോകത്ത് രക്ഷപ്പെടാനുള്ള വഴി തേടിയ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, അന്ന് രക്ഷപ്പെടാനൊരു വഴി പറഞ്ഞതാണ് നബിയേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഭാഗം എന്നെ കേൾക്കാനത്തെ ചെർക്കളയില് ഈ റോഡിന്റെ ഇരു പരിസരത്തായി മണിക്കൂറുകളോളം നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ സഹാബാ, ചെർക്കളയിലെ പെങ്ങള് അല്ലാഹു നൽകിയ സൗന്ദര്യം ഉപയോഗിച്ചിട്ട് നിന്നെ മാടിവെടുക്കുന്ന ചെറുപ്പക്കാരന്റെ പുറകെ ഇറങ്ങിപ്പോകാ. പാതിരാ സമയത്ത് വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഫോൺ സെക്സ് നടത്തുന്ന എല്ലാ പെണ്ണാണെന്ന് കരുതുന്ന എല്ലാ കാമമാണെന്ന് കരുതിപ്പോയ പെണ്ണേ, മുഖത്തിന് വെളുപ്പ് വേണ്ടത് എപ്പോഴെന്നറിയോ? ആ മുഖത്തിന് വെളുപ്പ് കിട്ടാനുള്ള മാർഗം ഏടെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സഹാബാ, ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളാണെങ്കിലും ഫമനഖറ അൽഫായത്തിന് മിനൽ ഖുർആൻ, ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആനിലെ 1000 ആയത്തുകളും മുടങ്ങാതെ പാരായണം ചെയ്തിട്ട് കിടക്കണേ. എന്നാൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹുവ ലാഹിഖുൻ വജ്ഹുഹു, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അല്ലാഹു നിങ്ങളോട് സന്തോഷത്തോടെ നോക്കിയിട്ട് സ്വർഗത്തിലേക്ക് പൊക്കോന്ന് പടച്ച റബ്ബ് പറയുന്ന അവസ്ഥയിൽ നിങ്ങളുടെ മുഖത്തിന് നൂറുണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ ആ സൗഭാഗ്യശാലികളിൽ പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ ആ സൗഭാഗ്യശാലികളിൽ പെടുത്തി തരട്ടെ. ആരെങ്കിലും ഓതിയാൽ ഉറങ്ങുന്നതിന് മുമ്പ് മുടങ്ങാതെ ഖുർആനിലെ 1000 ആയത്തുകൾ മുടങ്ങാതെ പാരായണം ചെയ്താൽ അല്ലാഹു സന്തോഷത്തോടെ അവനെ നോക്കിയിട്ട് പറയും, നീ സ്വർഗത്തിലേക്ക് പൊക്കോ നിന്റെ ഭാര്യയും മക്കളുമായി. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ചില ചെയ്തൂടെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആനിലെ 1000 ആയത്തുകൾ മുടങ്ങാതെ ഓതണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ നിയ്യത്ത് വെച്ച് ഉറപ്പിച്ചവരൊക്കെ ഒന്ന് കൈവക്ക്. ചുമ്മാ പൊക്കരുത്. 1000 ആയത്താണ് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ താത്ത ഇനി രണ്ടാമത് പൊക്കിക്കാൻ ഖുർആനിൽ ആകെ 6666 ആയത്തുണ്ട്. 1000 ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആന്റെ 6 എന്ന് പറഞ്ഞാൽ 5 ജുസ്, 6 5 30 ജുസാണല്ലോ ഖുർആൻ. അപ്പൊ 1000 ആയത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ 6 എന്ന് പറഞ്ഞാൽ 5 ജുസ്. എല്ലാ ദിവസവും വന്ന് കിടക്കാൻ നേരത്ത് ഹാമി മുതൽ ഉൽഖാദ് റബ്ബിന്നാസ് വരെ ഇരുന്ന് ഓതിയിട്ടേ കിടക്കാവൂ എല്ലാ ദിവസവും. പറ്റുമെന്ന് ഉറപ്പുള്ളവർ കൈവക്കി. 1 2 3 4 5. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്ന് 5 ജുസ് ഓതണമെങ്കിൽ എല്ലാ ദിവസവും ഭാര്യയോട് പിണങ്ങേണ്ടി വരും. കഴിയൂല സഹോദരങ്ങളെ, സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റൂല. 1 ദിവസമോ 2 ദിവസമോ ഒക്കെ പറ്റും. നമ്മളൊക്കെ ഈമാൻ പറ്റൂല. പെണ്ണുങ്ങളാരെങ്കിലും കൈപൊക്കിയ പെണ്ണുങ്ങൾക്കൊന്നും ഇപ്പൊ ആണുങ്ങൾക്ക് കൈവെക്കാൻ തന്നെ സമയമില്ല. ഇപ്പോഴും വാട്സപ്പിൽ ഇപ്പോഴും ആണുങ്ങൾ കൈവെക്കാനേ സമയമില്ല. കാരണം മരിച്ച വീട്ടിൽ പോയാലും മയ്യത്തിന്റെ ചുറ്റും 10 എണ്ണം ഇരുന്നിട്ട് ഹോട്ട്സ്പോട്ട് ചെയ്തിട്ട് മിനിമിലിറ്റി കളിയാ ജോലി. എല്ലായിടത്തും പോലും മിനിമിലിറ്റിയാണ് സർവ് എടുത്തു. പെണ്ണുങ്ങളൊക്കെ എന്തായത് വാട്സപ്പാണ്. ഈ പെണ്ണ് വഴിതെറ്റിപ്പോയി. ഞാൻ പറയട്ടെ, കാസർഗോഡ് വന്ന പൃഥ്വിരാജിന്റെ കൂടെ നിന്നിട്ട് കാസർഗോഡ് പെണ്ണുങ്ങൾ സെൽഫി എടുത്തു. എവിടെയാ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ വല്ലതും ആണോ? എവിടെയും ആവട്ടെ. പക്ഷേ എല്ലാ പ്രാസംഗികരും അതിനെക്കുറിച്ച് പ്രസംഗിച്ചു. ഞാൻ മാത്രം എന്നൊരക്ഷരം പ്രസംഗിച്ചിട്ടില്ല. എല്ലാവരും കാസർഗോഡ് വന്ന പൃഥ്വിരാജിന്റെ കൂടെ നിന്ന് പെണ്ണുങ്ങൾ സെൽഫി എടുത്തു. അന്ന് നടന്ന വകലുകളിലും പിറ്റേ ദിവസം എല്ലാ പ്രഭാഷകരും അതിനെക്കുറിച്ച് പറഞ്ഞു. വല്ലാഹി ഞാൻ മാത്രം എന്നൊരക്ഷരം വേണ്ടിയില്ല. എന്താണെന്നറിയോ, ഞാൻ അങ്ങനെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ ചിന്തിക്കാത്തടത്തേക്ക് ഞാൻ പോകും. കാസർഗോഡ് പൃഥ്വിരാജ് കല്യാൺ സിൽസി വന്നപ്പോ പർദ്ദയിട്ട പെണ്ണുങ്ങൾ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്തത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടേ ഇല്ല. എന്തുകൊണ്ട്?
ഇപ്പൊ പൃഥ്വിരാജ് ഇവിടെ വന്നാൽ ഈ നിൽക്കണ പെണ്ണുങ്ങൾ ഒരു 10 എണ്ണെങ്കിലും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കും. നിങ്ങൾ ചിരിക്കണ്ട. എന്തുകൊണ്ട്? അത് ആ സമയത്തെ ഒരു ആവേശമാണ് പെണ്ണുങ്ങൾക്ക്. മുമ്പിൽ കാണുമ്പോ ഇതേവരെ മനസ്സിൽ ആരാധിച്ച ദൈവത്തെ പ്രത്യക്ഷപ്പെട്ട് മുമ്പിൽ കാണുമ്പോ ഒരു വെപ്രാളത്തിൽ ഇപ്പൊ പൃഥ്വിരാജ് വന്ന് നോക്കട്ടെ, മുഴുവൻ പെണ്ണുങ്ങൾ നിങ്ങൾ അള്ളാനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ പൃഥ്വിരാജ് ഇവിടെ വന്നു, ഈ പെണ്ണുങ്ങൾ മുഴുവൻ പൃഥ്വിരാജിന് അള്ളാണ് 30 ദിവസമാണ് എന്നെ തൊടൽ, എന്റെ ഒതു മുറി, ഞാൻ ഒതു എടുത്തിട്ട് വന്നാന്ന് പറയും. നിങ്ങൾ ഒരിക്കുക ഒരു 5-10 എണ്ണെങ്കിലും എന്ത് ചെയ്യും? പക്ഷേ ആ ഫോട്ടോയിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ പെണ്ണുങ്ങൾ കൂടെ നിന്ന് സെൽഫി എടുക്കുമ്പോഴും ആ സെൽഫിയിൽ ഒരു വയസ്സായ ഉമ്മ കൂടി ഉണ്ടായിരുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ ആ ഉമ്മയാണ് പറയേണ്ടത്, മക്കളെ ഇത് പാപമാണ്, ചെയ്യരുത്. അല്ലേ? ഞാൻ ചിന്തിച്ചത് അവിടെയാണ്. ആ ഉമ്മ അതിനകത്ത് വന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ ആ ഉമ്മയാണ് പറയേണ്ടത്, ഈ